ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബണ്ണാട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഫ്ലവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് മേക്ക് ചെയ്തതെന്നുള്ള ഫുൾ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ നമുക്കിവിടെ റെഡ് കളർ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ കളർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ B6000ൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫെൽറ്റ് ഷീറ്റിന് നമ്മുടെ ബണ്ണിൽ ഇതുപോലെയാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ റൗണ്ട് ഷേപ്പിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു പീസിനെ ഇതുപോലെ ഒരു വശത്തൂടെ കയറ്റി എടുക്കുക. അതിനുശേഷം നമ്മുടെ ബണ്ണിൻ്റെ പുറകിലൂടെ ഇതുപോലെ ഒന്ന് കയറ്റി എതിർവശത്തോട്ട് എടുക്കുക. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മളെ ബണ്ണ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ കാണാനായിട്ട് തന്നെ. ഇനി നമുക്ക് ഇതിനെ സെക്യൂർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് വശവും ഒരേപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഗ്ലൂവിനെ ഇതിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി സിമ്പിളായിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രണ്ട് വശവും ഇതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുൻവശത്ത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവറിനെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരല്പം ടൈം കഴിയുമ്പോഴേക്കും ഇത് ഉണങ്ങിയിട്ടുണ്ടാവും. നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.